ഒരു ടിപ്പിക്കൽ അറേബ്യൻ ഷവർമ്മയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സേ. എല്ലാവർക്കും നമസ്കാരം. ഷവർമ്മയെന്ന് പറയാം, വേണമെന്നുണ്ടെങ്കിൽ ഒരു റോളെന്ന് പറയാം, ഒരു വെജിറ്റബിൾ റാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ശരിക്കും പ്യൂർ വെജിറ്റേറിയനാണ്. നമുക്കിവിടെ ഫലാഫൽ എന്നൊരു ഐറ്റം കിട്ടും. നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഫലാഫൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല, ഉണ്ടാവുമായിരിക്കാം. നമ്മുടെ നാട്ടിലെ പരിപ്പുവട ഉണ്ടല്ലോ, പരിപ്പുവട പോലെ ആയിരിക്കും ഏകദേശം. അങ്ങനെ അതിനെ വറുത്തെടുത്തിട്ട് അതിനെ പൊടിച്ച് അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് അതിനെയും ഫ്രൈ ചെയ്തെടുത്ത് കുറച്ച് ലത്തീസ്, റോമൻ ലത്തീസ് ചോപ്പ് ചെയ്ത് വെച്ച്, കുറച്ച് പിക്കിൾ കുക്കുംബർ, ഇത്രയും 4 ഐറ്റംസാണ് എൻ്റെ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സോസ് എന്ന് പറയുന്നത് തഹീന സോസും അതുപോലെ നമ്മുടെ തൈരും കൂടെ ഒരേപോലെ മിക്സറാണ്. പിന്നെ ലൈം ജ്യൂസ്, പെപ്പർ, സോൾട്ട്, ഒരിത്തിരി പെപ്പർ സോൾട്ട്, ഇത്രയേ ഉള്ളൂ. ഇതിന് ആക്ച്വലി നമുക്ക് ലെബനാനി ചെറിയ റൊട്ടി ആവശ്യമുണ്ട്. അതിൻ്റെ ഒരു സൈഡ് 2 പാർട്ടായിട്ടുണ്ട്. ആ ഒരു സൈഡ് കനം കുറഞ്ഞൊരു ഭാഗം എടുത്ത് മാറ്റിയിട്ട് ഒരു സൈഡ് മാത്രമാണ് എടുക്കുക. നമുക്ക് നാട്ടിൽ ലെബനാനി കുബൂസ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയിൽ ഇത് ചെയ്യാം. അതുപോലെ നമുക്ക് ഫലാഫൽ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പരിപ്പുവട മേടിച്ച് പൊടിച്ച് ഇത് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് തഹീനിയ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ്. നാട്ടിൽ സിസമ മേടിക്കാൻ കിട്ടും, വൈറ്റ് സിസമ മേടിക്കുക, ഒരു ഗോൾഡൻ ബ്രൗൺ വരെ ഒന്ന് വറുക്കുക, ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനെ നല്ല രീതിയിൽ പൊടിച്ചതിന് ശേഷം ഒലിവ് ഓയിൽ ഒഴിക്കുക, ഒരിത്തിരി സോൾട്ട് ഇടുക, നല്ല പേസ്റ്റ് പരുവത്തിന് ആക്കിയെടുക്കുക. ഡൗട്ട്സ് ഉള്ളവർക്ക് യൂട്യൂബിൽ നോക്കാം. അപ്പോൾ തഹീന റെഡിയായി കിട്ടും. ഒപ്പം തൈര് രണ്ടും കൂടെ മിക്സ് ചെയ്യുക, ലൈം ജ്യൂസ്, പെപ്പർ, സാൾട്ട് ഇട്ട് ആ ഒരു സോസ് ഉണ്ടാക്കുക ഇതിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ട്. നിങ്ങൾ ഈ പ്രിപ്പറേഷൻ നിങ്ങൾ കണ്ടല്ലോ. ഇതേപോലെ ഉരുളക്കിഴങ്ങും സാധനങ്ങളും ലത്തീവ്സ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാബേജ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ സാധനം സെറ്റ് ചെയ്യാം. അപ്പം ആദ്യം ഈ പൊട്ടറ്റോയും ഈ ഫലാഫലും വയ്ക്കുക, അതിന് മുകളിലായിട്ട് സോസ് ഒഴിക്കുക, അതിന് മുകളിൽ പിക്കിൾ കുക്കുംബർ വയ്ക്കുക, അതിന് മുകളിലായിട്ട് വീണ്ടും നമ്മൾ ഈ ലത്തീസ് വയ്ക്കുക. പിന്നെ റോൾ ചെയ്യുക, ഈ കാണുന്ന രീതിയിൽ ചുറ്റിയെടുക്കുക, കട്ട് ചെയ്യുക. അതിനുശേഷം ചെറുതായിട്ട് നോവൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് ഫ്രൈ പാനിൽ വെച്ച് ചൂടാക്കി കഴിച്ചാലും മതി. സംഭവം പൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ബൈ.